ഇന്നൊരു വീക്ക് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളിലുള്ള ഒരു ദിവസമാണ്. പക്ഷേ സനുവിന് ഓഫായിരുന്നേ. സനുവിന് ഓഫ് ആയതുകൊണ്ട് തന്നെ ഡുങ്കുടുവിനെ കൊണ്ടാക്കാൻ വേണ്ടി സനുവി പോയിട്ടുണ്ട്. ഡുങ്കുടു പോയി കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് തന്നെ സച്ചിനെയും കൂടി ഒന്ന് റെഡിയാക്കും. സച്ചിനെ റെഡിയാക്കി നിർത്തുമ്പോഴേക്കും ഡുങ്കുടിനെ കൊണ്ടാക്കി സനവി തിരിച്ചെത്തുക. അപ്പോൾ പിന്നെ സച്ചുവിനെയും കൂടി അങ്ങോട്ട് സനവി കൊണ്ടാക്കും കേട്ടോ. അങ്ങനെ പിള്ളേരെ രണ്ടുപേരും സ്കൂളിലേക്കൊക്കെ ആക്കിയതിന് ശേഷം സനവി തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കണം. പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൊടുത്തുന്നുണ്ടെങ്കിലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദോശയും ചട്നിയൊക്കെ കൂട്ടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അത് റെഡിയാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കെറ്റിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ജഗ്ഗിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുക കുടിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കെറ്റിൽ നമുക്കൊരു ചായയും കാപ്പിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ രാവിലെ ഒരു സെറ്റ് പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചു. അതെടുത്ത് വെച്ചാലാണല്ലോ അടുത്ത സെറ്റ് നമുക്ക് കഴുകി എടുത്ത് വെക്കുമ്പോൾ അവിടെ വെക്കാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. അതെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായയും കാപ്പിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ചായയും കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ കാപ്പി കുടിക്കാൻ വേണ്ടി ഈ ഒരു ഇരിപ്പുണ്ടല്ലോ, ഇത് പലപ്പോഴും നമ്മളിങ്ങനെ നീണ്ടു പോകാറുണ്ട്. ചില സമയത്ത് ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ റീൽസ് കാണും, അങ്ങനെ ഇരിക്കും, വർത്താനൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇരിക്കും കേട്ടോ. ചില സമയത്ത് നല്ല ഉഷാറായിരിക്കും, പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി നമ്മൾ അടുത്ത പണിയിലോട്ട് കിടക്കും. അങ്ങനെ ഇന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നൊരു ദിവസമായിരുന്നു. പിന്നെ സനോയെ എണീറ്റ് സനോവിൻ്റെ പണിയിലേക്ക് കടന്നപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് നിർത്തി നമ്മൾ എണീറ്റതാണ്. ടെമുവിൽ നിന്ന് കഴിഞ്ഞ ദിവസമല്ലോ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തത് ഞാനൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അതായത് ഡ്രോയേഴ്സിലേക്ക് ഒന്നൊക്കെ എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ. പിന്നെ ഞാനുണ്ടല്ലോ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ ഡീപ്പ് ക്ലീൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ആ ഡീപ്പ് ക്ലീനിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലിവിംഗ് റൂം ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ അവിടുത്തെ ഫ്ലവേഴ്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ മാറ്റി നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തി മാറ്റാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയം കൊണ്ടിട്ട് ഈ ചെസ്റ്റ് ഓഫ് ഡ്രോറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത് മാറ്റാൻ പറയുന്നത്, കാരണം ഞാൻ ചെസ്റ്റ് ഓഫ് ഡ്രോറിൻ്റെ ആ പോർഷൻ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അത് വീണ്ടും മെസ്സാവാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കിടന്ന് ബഹളമായിരുന്നു കേട്ടോ. പിന്നെ സ്കഞ്ചി ഹോൾഡറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പതുക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണേ. പിന്നെ ഇതൊന്നും എൻ്റെ ഉണ്ടല്ലോ പഴയ ഒരു ജ്വല്ലറി ബോക്സ് ആണ്. അതിനകത്തേക്ക് ഞാൻ വാച്ച് വെക്കാനുള്ള ഒരു സാധനം ഞാൻ നോക്കി ഇറക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്തേക്ക് നമുക്ക് വാച്ചൊക്കെ ഒന്ന് ഒതുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വൻ ഫ്ലോപ്പായിരുന്നു. ഞാൻ അവിടെ വെച്ചു എന്നുണ്ടെങ്കിൽ പിന്നീട് പലപ്പോഴും വാച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് എൻ്റെ അടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതെടുത്ത് മാറ്റിയിട്ടോ പിന്നീട്. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് ഇന്ന് നമ്മുടെ ഡീപ്പ് ക്ലീൻ എന്ന് പറയുന്നത് സച്ചുവിൻ്റെ റൂമാണ്. അപ്പോൾ ടേബിളിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അവിടേക്ക് ഒന്ന് മാറാല അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലെങ്കിൽ എന്നാലും എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചേഞ്ച് വരുത്തുന്നുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ മൊത്തത്തിലൊന്ന് പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലോട്ട് മാറുന്നുണ്ട്. ടേബിൾ നല്ല ടേബിളാണ്, പക്ഷെ അങ്ങനത്തെ ആ ഒരു പോർഷനിലുള്ള വൃത്തിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം ഡുങ്കുടുവിന് 8 വയസ്സുള്ളപ്പോൾ എങ്ങാണ്ട് വാങ്ങിയ ഒരു ടേബിളാണ് കേട്ടോ. അതിപ്പോൾ 8 വയസ്സിൽ സച്ചു യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വാൾപേപ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് ശരിയാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വാൾപേപ്പർ സമയം ഇങ്ങനെ മൊത്തത്തിലെടുത്ത് ഒട്ടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല, ഞാൻ പല വീഡിയോസിലും ഇങ്ങനെയല്ല കണ്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാദമായിരുന്നു. പിന്നെ അവസാനം ഞാൻ എൻ്റെ ഒരു ട്രൈക്ക് അങ്ങ് വിട്ട് തന്നു. ഞാൻ പറയുന്ന പോലെ ഒന്ന് പിടിച്ച് തന്നാൽ മതി, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് സെറ്റാക്കി വന്നപ്പോൾ എയർ ബബിൾസ് ഒന്നുമില്ല, അത് നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്ത് കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ അത് സെറ്റായി എന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു ഭാഗം ഒന്ന് വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് മൊത്തത്തിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സനോയിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. കുറേ പേരൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ഹെൽപ്പോട് കൂടി അങ്ങനെ മൊത്തത്തിൽ ചെയ്തു. അതൊന്നും ഒരു വിധത്തിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഒട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എഡ്ജസ് എല്ലാം പിന്നെ സമയം ഇങ്ങനെ ആ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മടക്കിയൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ എഡ്ജസ് ആണ് നമുക്ക് മെയിനായിട്ട് കവറായി കിട്ടണ്ടല്ലോ, കാരണം അവിടെയായിരുന്നു നമുക്കിങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡ്രോയേഴ്സിൻ്റെ ഡോർ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ചെയ്യാനുള്ള വാൾപേപ്പർ നമുക്ക് കിട്ടിയില്ല കേട്ടോ, അത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വോളിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈസ് അനുസരിച്ച് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സനോയി അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വിങ്സ് ഉണ്ടല്ലോ, വിങ്സ് നമുക്കിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, അത് നമുക്കിങ്ങനെ പറക്കുന്ന രീതിയിലോട്ട് അങ്ങനെ മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നടുക്കൊരു എന്താ പറയുക, ഫ്ലോട്ടിംഗ് ഷെൽഫ് ഇല്ലേ, അതൊന്ന് ഫിറ്റ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പതുക്കെ നമുക്കതൊന്ന് സെറ്റാക്കണം എന്നുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റായി. ബാക്കിയുള്ളൊരു കുറച്ച് ബട്ടർഫ്ലൈസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഡുങ്കുടുൻ്റെ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ടേബിളിൻ്റെ അവിടേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ടേബിളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്നതുകൊണ്ട് സാധനങ്ങൾ മാറ്റുള്ളൂ. പക്ഷെ ആ ഫയൽ ഒന്ന് ഒതുക്കാനുണ്ട് കേട്ടോ. അത് പതുക്കെ നമുക്ക് ഓരോന്ന് സെറ്റാക്കുന്ന സമയത്ത് ചെയ്യാം എന്ന് വിചാരിച്ചു. ബാക്കിയെല്ലാം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മളെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പെർഫ്യൂംസും കാര്യങ്ങളെല്ലാം അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ തിരിച്ചതുപോലെ തന്നെ അവൾ എങ്ങനെയായിരുന്നു ഒതുക്കി വെച്ചിരുന്നത് അതുപോലൊക്കെ തന്നെ നമ്മൾ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ക്രഞ്ചി ഹോൾഡർ ഇതാണ് കേട്ടോ. ഇതുപോലെ സ്ക്രഞ്ചീസ് നമുക്ക്
നമുക്ക് അതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ടൊക്കെ കുറച്ചും കൂടി പറ്റും. പിന്നെ കുറച്ച് ഒരു കുടുക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. അവളുടെ കുറച്ച് വേണ്ടപ്പെട്ട ടോയ്സ് കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ ഷോ പീസ് പോലെ നമ്മൾ അവിടെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ അപ്പോഴേക്കും നമുക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. അപ്പം അത് വന്നപ്പോൾ ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒരു പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത പണിയിലോട്ട് അങ്ങനെ പോകാനായിട്ട് വലിയ ഇതില്ല കേട്ടോ. ഞാൻ അങ്ങനെ അവിടെ ഇടും, പിന്നെ നോക്കാം എന്ന് വിചാരിച്ചത്. പക്ഷെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സനോയി. സാധനം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ അത് കാരണം സനോയി വന്ന് അത് അൺബോക്സ് ഒക്കെ ചെയ്ത് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് വേറെ ഒന്നുമല്ല, ഫുഡ് സ്പാ മസാജറാണ് ഇത്. കുറച്ച് നാളായിട്ട് നമ്മുടെ കാർട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വേണോ വേണ്ടയോ റീത്തിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി പിന്നെ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇടിക്കുന്നുണ്ടല്ലോ, നമുക്ക് കാലം ഉറച്ച് കഴിക്കാനായിട്ട് മറ്റേ അലക്കുകളിലൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ആവും എന്ന് വിചാരിച്ചു. ഈ ബബിൾസ് കിട്ടിയാൽ കുറച്ച് നേരം ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അവിടെ ഇരുന്നാൽ നമ്മുടെ പണി നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണിയിലോട്ട് കടന്നു കേട്ടോ. കാരണം നമ്മുടെ മുഴുവനായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ല, വാക്യൂം ഒക്കെ ഒന്ന് ചെയ്തെടുക്കണം. നമ്മുടെ ഈ റൂം ഉണ്ടല്ലോ പൊതുവെ ഒരു ഇച്ചിരി ചെറിയ റൂമാണ്, നമുക്ക് ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസ് തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ ഉള്ളത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതിലാണല്ലോ കാര്യം. അപ്പം അതുകൊണ്ട് അവിടേക്ക് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്യൂം ചെയ്യാനായിട്ട് ഭയങ്കര ഇച്ചിരി പാടാണ് അവിടെ വാക്യൂം ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ ഒരു വിധത്തിൽ അവിടേക്ക് ഒന്ന് വാക്യൂം ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു കസേരയും അവിടെ ഉണ്ടായിരുന്നു, കസേരക്കെടുത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടേക്കായിരുന്നു കേട്ടോ വൃത്തിയാക്കുന്ന സമയത്ത്. അത് അവിടെ കയറ്റാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവിടെ ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് അകത്തോട്ട് ഇങ്ങനെ വെക്കാനും നമുക്ക് ഇരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ബെഡ്ഷീറ്റ് എല്ലാം ഞാൻ ഇതുപോലെ സാരി ബാഗിനകത്തേക്ക് എടുത്തു വെച്ചിട്ട് നമ്മുടെ കട്ടിലിൻ്റെ അടിയിലോട്ട് അങ്ങനെ മാറ്റുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറ്. അപ്പോൾ ഡ്യുവറ്റ് കവറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മുകളിലത്തെയാണ് ഞാൻ ആദ്യം നോക്കിയത്. ബങ്ക് ബെഡ് ആയതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റണമെങ്കിൽ നമ്മൾ ഈ ജനലിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് പൊത്തി പിടിച്ച് കയറിയിട്ടാണ് ഓരോന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇച്ചിരി റിസ്ക് ഒന്നും അല്ല, എന്നാലും നമുക്ക് പേടിയുണ്ട്, പ്രായമായി വരികയല്ലേ, എപ്പോഴാണ് കയ്യും കാലൊക്കെ ഒടിഞ്ഞ് താഴെ കിടക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബെഡ്ഷീറ്റും മറ്റേ പില്ലോ കേസും എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവിടുത്തെ ഡുവറ്റ് ഉണ്ടായിരുന്നു. ഡുവറ്റ് ബെഡ്ഷീറ്റ് ഇടാനോ അതേട്ടോ ഇച്ചിരി പാടാണ്. ഈ ഡുവറ്റ് ഉണ്ടല്ലോ, ഡുവറ്റ് നമ്മൾ എന്താ പറയുക ഒന്ന് എടുത്ത് മടക്കി വെക്കാമെന്ന് ചോദിച്ചു. കാരണം ഇപ്പൊ പതുക്കെ നമുക്ക് സമ്മറിലോട്ട് കിടക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ചൂടൊക്കെ ആയി വരും, നമുക്ക് ഡുവറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഈ ഡുവറ്റ് ഒന്ന് മടക്കി ഇതുപോലെ തന്നെ ഒരു സാരി ബാഗിനകത്തേക്ക് നമുക്ക് കുത്തി ഇറക്കാൻ വേണ്ടി ഞാൻ സനോനെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സനോൻ ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് വരൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വിളിക്കുള്ളൂ കേട്ടോ. അതൊക്കെ എടുത്ത് നമ്മുടെ സാരി ബാഗ് തിരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ അടിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനുണ്ടല്ലോ ഓരോ സാരി ബാഗിനകത്തേക്കും ഓരോ റൂമിലേക്കുള്ള ബെഡ്ഷീറ്റ്സ് ആണ് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു റൂം ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു ബാഗ് മാത്രം നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ മുകളിലത്തെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബെഡ്ഷീറ്റ് വിരിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ അതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് കുത്തി കയറി ബങ്ക് ബെഡ് ആകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതാണ്. അതൊക്കെ എന്നാലാണ് ആ കോർണറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. സച്ചുനാണെങ്കിൽ കുറച്ച് ടോയ്സ് ഉണ്ട് കേട്ടോ, രാത്രി കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സ്. അതെല്ലാം പലപ്പോഴും ബെഡിനകത്ത് ഇങ്ങനെ വലിച്ചു വാരി ഇടുകയാണ് ചെയ്യാറ്. അപ്പം ഞാൻ വിചാരിച്ചു അവൾ മിക്കവാറും താഴെയാണ് കിടക്കാറ്, അപ്പം മോൾ ഭാഗത്തൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പോർഷൻ ഒന്ന് വൃത്തിയാക്കണം. താഴത്തെ ഡുവറ്റ് കവർ ഞാൻ മാറ്റുന്നില്ല തൽക്കാലം. കാരണം സമ്മർ ആണെന്ന് പറഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ തണുപ്പൊക്കെ വരാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല അബദ്ധം പറ്റിയത്, കാരണം സമ്മർ അല്ലെന്ന് വെച്ച് ഞാൻ എല്ലാ ഡുവറ്റ് കവറും കൊണ്ട് എടുത്തു വെച്ചു. പക്ഷേ ഇടക്കിടക്ക് തണുപ്പ് വരുമ്പോൾ തണുപ്പ് കാരണം പുതയ്ക്കാൻ പിന്നെ ബ്ലാങ്കറ്റ് ഇല്ലാത്ത അവസ്ഥയാവും. അപ്പം അതുകൊണ്ട് പിന്നെ ചെറിയൊരു ബ്ലാങ്കറ്റ് മേടിച്ചാൽ മതി, അങ്ങനെയാണ് ത്രോ ഒക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചില സമയത്ത് ഡുവറ്റ് വേണം എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഡുവറ്റോട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡുവറ്റ് കവർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഡുവറ്റ് കവർ സെറ്റ് ചെയ്യാൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സനോയോ അല്ലെങ്കിൽ ഡുങ്കുടോ ഒക്കെ ഉള്ളപ്പോഴാണ് ഞാനിത് മിക്കവാറും ചെയ്യാറ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി അതൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതോടുകൂടി ഫൈനലി ഏകദേശം നമ്മുടെ ഈ റൂം ഒന്ന് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. ഡീപ് ക്ലീൻ്റെ ഈ ഒരു പോർഷനും കൂടി അങ്ങനെ കംപ്ലീറ്റ്ലി കഴിഞ്ഞേക്കാണ്. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി സച്ചു വന്ന് കഴിയുമ്പോൾ സച്ചുവിൻ്റെ റിയാക്ഷൻ കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടോയ്സ് എല്ലാം എന്താ ഇതുപോലെയാണ് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ റൂമിൻ്റെ പുറത്തോട്ടങ്ങ് ഇടുകയാണ് ചെയ്തത്. അതെല്ലാം ഇനി ലോണ്ടറി ബാസ്ക്കറ്റിലോട്ട് നമുക്ക് മാറ്റി പതുക്കെ നമുക്ക് വെയിലുള്ളപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം എന്താ വാക്യൂം ക്ലീനറും കാര്യങ്ങളെല്ലാം ഒന്ന് താഴത്തോട്ട് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ വേസ്റ്റ് കണ്ടോ, ആ വേസ്റ്റ് എൻ്റെ കയ്യിലേക്ക് തന്നു, എൻ്റെ കയ്യിൽ കിട്ടിയില്ല, നേരെ താഴെ വീണു. അത് ഇരട്ടിപ്പണിയായി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് വേസ്റ്റ് കുറേ സാധനങ്ങൾ നമ്മൾ പുറത്തോട്ട് വീണു. അവിടെ ഒതുക്കുമ്പോൾ നമുക്ക് കുറേ വേസ്റ്റ് കിട്ടുമല്ലോ, അതൊക്കെ എടുത്തിട്ട് നമ്മൾ എടുത്ത് മാറ്റിയതായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തപ്പോഴേക്കും സമയം പിന്നെ അതെല്ലാം കൊണ്ട് താഴത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്നുണ്ടല്ലോ കുളിയെല്ലാം തീർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഉച്ചലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ പോയി കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ടുണ്ട്. നമുക്ക്
ചെറുതായിട്ട് മുടി ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ സച്ചിന് ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മിക്കവാറും എൻ്റെ മിക്ക വീഡിയോസും ഞാൻ കാണിക്കാറുണ്ട് ഡാൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെക്കും എളുപ്പത്തിന് ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഡുങ്കുടുവിനെ വിളിക്കാൻ വേണ്ടി സനോയി പോയിട്ടുണ്ട്, സച്ചുവിനെ വിളിക്കാൻ വേണ്ടി ഞാനും പോയിട്ടുണ്ട് കേട്ടോ. കാരണം രണ്ടുപേർക്കും രണ്ട് സ്കൂളിലായതുകൊണ്ടും ഒരേ ടൈമിന് സ്കൂൾ വിടുന്നതുകൊണ്ടും ഒരാൾക്ക് തന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സച്ചു വന്നിട്ടുണ്ട്. സച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ അവൾ ആദ്യം ഫുഡ് സ്പാ മസാജറാണ് നോക്കിയത്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ആക്ഷൻ ഞാൻ ഇതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇന്നത്തെ ദിവസം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടി ഈ വീഡിയോയിൽ ഇട്ടാൻ ഭയങ്കര ലെങ്തി ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത് കാണിക്കുന്ന ഒരു വീഡിയോയും അതുപോലെ തന്നെ അവൾ ഡാൻസ് പ്രോഗ്രാമിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ വീഡിയോസ് എല്ലാം കൂടി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നമ്മുടെ ലിവിംഗ് റൂം പോട്ടെ, സച്ചിന് ബെഡ്റൂം ക്രിയേറ്റ് മറ്റെന്താ പറയുക ചെറിയ ചേഞ്ച് വരുത്തിയതാണ് കാണിക്കുന്നത്. ഈ ഫ്ലവർ വേസ് എല്ലാം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടാവുക, അതാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ റൂം ചേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ആ ഭാഗത്തോട്ട് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാഗൊക്കെ എടുത്ത് വെക്കുന്നു, അതുപോലെ തന്നെ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നു. അതിനുശേഷമുള്ള അവളുടെ റെസ്പോൺസ് എല്ലാം നമുക്ക് ലൈവായിട്ട് തന്നെ അവളുടെ വോയിസിലൂടെ തന്നെ കേൾക്കാം കേട്ടോ. I really like the table. But the only thing is that either it's different either. പക്ഷെ അത്ര ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞു. അവിടെയും വെക്കാൻ പറ്റി, അത്രേ പറ്റിയുള്ളൂ. അവൾ അങ്ങനെ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ നമുക്കും ഒരു സന്തോഷം. ഈ ചോയ്സ് ഒക്കെ ഞാൻ പറയുന്നത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവൾക്കുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വിളമ്പി കൊടുത്ത്, സാധാരണ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കാറ്. പക്ഷെ ഇന്ന് നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കുളി കഴിഞ്ഞ് നേരെ അവളെ ഒരുക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോഴേക്കും നമ്മുടെ ഡുങ്കുടു വരുന്ന സൗണ്ട് കേട്ടിട്ട് അവളെ ഈ റൂം കാണിക്കാനുള്ള ഓട്ടമാണ് അവളുടെ. ചെല്ലേ ചെല്ലുന്നത് പാവണ്ട്. രസം രസം എവിടെ അങ്ങനെ ചേച്ചിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവള് സന്തോഷമായി. ഇനിയിപ്പോൾ വേഗം ഫുഡ് കഴിക്കട്ടെ. ബാക്കി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമന്റ് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.